ഹെറോദേസ് രാജാവ് തന്റെ സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യ ഹെറോദിയായെ വിവാഹം കഴിച്ചതിനെ സ്നാപക യോഹന്നാൻ ശക്തമായി എതിർത്തു. ഇത് ഹെറോദിയായെ പ്രകോപിപ്പിച്ചു. യോഹന്നാനെ കൊല്ലാൻ അവൾ ആഗ്രഹിച്ചെങ്കിലും ഹെറോദേസ് യോഹന്നാനെ ഭയപ്പെട്ടിരുന്നു. കാരണം യോഹന്നാൻ ഒരു നീതിമാനും വിശുദ്ധനുമാണെന്ന് അയാൾക്കറിയാമായിരുന്നു. എന്നിരുന്നാലും ഹെറോദേസിന്റെ ജന്മദിനാഘോഷത്തിൽ ഹെറോദിയായുടെ മകൾ നൃത്തം ചെയ്തപ്പോൾ സന്തോഷം കൊണ്ട് ഹെറോദേസ് അവൾക്ക് ഇഷ്ടമുള്ളത് എന്തും നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. അമ്മയുടെ പ്രേരണയാൽ അവൾ സ്നാപക യോഹന്നാന്റെ തല ഒരു തളികയിൽ ആവശ്യപ്പെട്ടു. വാക്കുപാലിക്കാൻ നിർബന്ധിതനായ ഹെറോദേസ് യോഹന്നാനെ കാരാഗൃഹത്തിൽ വെച്ച് ശിരഛേദം ചെയ്യാൻ കൽപ്പിക്കുന്നു. അങ്ങനെ സത്യത്തിനു വേണ്ടി നിലകൊണ്ടതിന്റെ പേരിൽ യോഹന്നാന് ജീവൻ നഷ്ടമായി. ഈ വചനം സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നതിന്റെ വിലയെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്നാപക യോഹന്നാൻ ഒരു നീതിമാനായ പ്രവാചകൻ തന്റെ സത്യസന്ധമായ വാക്കുകൾ കാരണം ദുഷ്ടരുടെ പകയ്ക്കിരയായി. ഈ ലോകത്തിലെ സുഖങ്ങൾക്കും സ്വാർത്ഥ താൽപര്യങ്ങൾക്കും വേണ്ടി സത്യത്തെ ബലികഴിക്കരുതെന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. യോഹന്നാൻ തന്റെ ജീവിതം ക്രിസ്തുവിനായി സമർപ്പിച്ചതുപോലെ പ്രതിസന്ധികളിലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ഈ വചനം നമ്മെ പ്രേരിപ്പിക്കുന്നു.